ഹലോ ഹായ് കൂട്ടരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തനി നാടൻ റെസിപ്പിയായ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പഴംപൊരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ തനത് വിഭവം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തയ്യാറാക്കാൻ എത്ര പേർക്കറിയാം? ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ഇനി പഴംപൊരി ഉണ്ടാക്കുന്നതിൽ നിങ്ങളും എക്സ്പെർട്ടാവും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിഥികളെയും സൽക്കരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വരൂ, കടയിൽ കിട്ടുന്നതിലും രുചിയിൽ പഴംപൊരി മായമില്ലാതെ വളരെ വേഗത്തിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദാമാവാണ് എടുക്കുന്നത്. ഫ്രഷ് മാവ് എടുക്കാൻ ശ്രദ്ധിക്കണം. പഴംപൊരി, വാഴയ്ക്കപ്പം, ഏത്തയ്ക്കപ്പം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഇത് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മാത്രം സ്വന്തമായ പഴമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര പോപ്പുലാരിറ്റി ഉള്ളത് പഴംപൊരിക്ക്. അപ്പോൾ നമ്മൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്. പുതിയ മാവ് തന്നെ എടുക്കണം. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പഴംപൊരിക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ് അരിപ്പൊടി ചേർക്കുന്നത്. അതോടൊപ്പം 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. പഴംപൊരിക്ക് ആ കോട്ടിങ്ങിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തു ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇനി 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്. ഇതിനൊരു ഫ്ലേവർ റിച്ച്നെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർക്കുന്നത്. കൂടെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പഴംപൊരിക്കൊരു കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ മഞ്ഞളിൻ്റെ ചുവയൊന്നും വരില്ല. ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കളർഫുള്ളാക്കി എടുക്കാം. അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ മിക്സിങ്ങിലാണ് പഴംപൊരിയുടെ ടേസ്റ്റ് സീക്രട്ട് കൂടുതലും അടങ്ങിയിരിക്കുന്നത്. ഈ ബാറ്റർ കട്ടകളില്ലാതെ വളരെ സ്മൂത്തായി തന്നെ യോജിപ്പിച്ചെടുക്കണം. കൂടുതൽ തിക്കാവാനും ലൂസാവാനും പാടില്ല. ലൂസായി പോയാൽ പഴം മുക്കുമ്പോൾ അതിൽ മാവ് പിടിക്കില്ല. തിക്കായാൽ മാവ് കട്ടിക്കാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. അത് നോക്കി തന്നെ മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ ഇത് കട്ടകളില്ലാതെ ചെയ്ത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. അരമണിക്കൂർ വരെ ആകാം. ആ സമയത്ത് നമുക്ക് പഴം റെഡിയാക്കാം. ഞാൻ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനെ തൊലി കളഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴം വേണം പഴംപൊരിക്ക് എടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ കടകളിൽ നീളത്തിലാണ് മുറിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിൽ ചെയ്യാനായിട്ടുണ്ട്. നീളം 2ആയിട്ട് മുറിക്കുന്നുണ്ട്. വീണ്ടും അതിനെ 2ആക്കുന്നു. 1 പഴം 4ആക്കുന്നു. നീളത്തിലും കുറുകയും 2ആയി മുറിക്കുന്നു. അതിൻ്റെ തിക്നെസ് ഏതായാലും കുറയ്ക്കുന്നില്ല. പഴംപൊരിക്ക് കൂടുതൽ തിൻ സ്ലൈസസ് ആക്കിയാൽ നന്നാവില്ല. പഴംപൊരി കഴിക്കുമ്പോൾ അകത്ത് പഴം കുറച്ച് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവ് കുറച്ച് സമയമായി മാറ്റി വെച്ചേക്കുന്നു. അതിലേക്ക് ഈ പഴം ചേർക്കാം. അല്ലാതെ പഴം ഓരോന്നായിട്ട് മുക്കി എണ്ണയിൽ പൊരിച്ചും എടുക്കാം. ഒരുമിച്ചിട്ടിട്ട് പഴം എണ്ണയിലേക്ക് ഇട്ടും പൊരിച്ചെടുക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഈ സമയത്ത് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം എണ്ണ നന്നായി ചൂടാകണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതിയാകും. അപ്പോൾ എണ്ണ ചൂടായോ എന്ന് കുറച്ച് ബാറ്റർ ഒഴിച്ച് നോക്കിയാൽ നമുക്കറിയാം എണ്ണ ചൂടായോ, പെട്ടെന്നത് പൊങ്ങി വരുന്നുണ്ടോ എന്നറിയാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ പഴംപൊരിയായിട്ട് ഇടാം. അപ്പോൾ അത് നിറഞ്ഞു പോകരുത്. കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം ഇടാൻ. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം എടുക്കുന്നു. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാനൊരു ഗണപതി സങ്കല്പത്തിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മുതലേ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരെണ്ണം ഗണപതിക്ക് മാറ്റി വയ്ക്കാറുണ്ട്. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അവസാനം എടുത്ത് കഴിക്കാറുണ്ട്. ഞാൻ തന്നെയാണ് കഴിക്കുന്നത്. പണ്ട് മുതലേ ഗണപതിക്ക് വയ്ക്കുന്നത് എനിക്കാണ്. അതങ്ങനെ അങ്ങ് ശീലമായി. അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. നോക്കൂ, എണ്ണയൊന്നും കൂടുതൽ കുടിച്ചിട്ടില്ല. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ വിഭവമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പഴംപൊരി മായമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കാം. ഇനി നിങ്ങൾക്ക് പഴംപൊരിയിൽ ഒരു ഫ്ലോപ്പ് സംഭവിക്കില്ല. നിങ്ങളും എക്സ്പേർട്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും. ഞാൻ എന്താ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരമാണ്, നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ ഒരു കടുപ്പത്തിലൊരു ചായയുമായിട്ട് ഈ പഴംപൊരിയും കഴിച്ചാലോ? നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും മഴയും ഒക്കെ ആയിട്ട് ചൂട് ചായയും പഴംപൊരിയും സൂപ്പർ കോമ്പിനേഷനാണ്. നമുക്ക് നല്ലൊരു ഫീല് തന്നെ തരും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി പഴംപൊരി ഉണ്ടാക്കാൻ അറിയില്ല എന്നൊരു പരാതിയേ വേണ്ട. ആ പരാതിയെല്ലാം തീർന്നു. ഇതേ രീതിയിൽ തന്നെ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഈസിയായി തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. താങ്ക് യു all. Thank you for watching. Stay blessed. See you in another video. Thank you.